ഞാൻ പരിചയപ്പെടുത്തേണ്ട ഓൾറെഡി ഈ ഫീൽഡ് പരിചയമുള്ളവർക്ക് അറിയുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെ പ്രത്യേകതകൾ? ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ, ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിട്ടില്ല, സെയിലും കാര്യങ്ങളും തുടങ്ങിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫ്രൂട്ടിൻ്റെ റിവ്യൂ ആണ് മെയിനായിട്ട് ചെയ്യുന്നുണ്ടാവും. വളരെ കുറച്ച് ആളുകളൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഫ്രൂട്ട് ടേസ്റ്റ് റിവ്യൂ ആണ് മെയിനായിട്ട് ചെയ്യുന്നത്. ട്രോപ്പിക്കൽ ഇൻഫോ എന്നാണ് ചാനലിൻ്റെ പേര്. മാംഗോസ്, അവക്കാഡോ, റംബൂത്താൻ, പുലാസൻ എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും നമ്മൾ കഴിവതും ടേസ്റ്റ് റിവ്യൂ ചെയ്യാറുണ്ട്. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഫ്രൂട്ടിൻ്റെ ക്വാളിറ്റീസ്, ടേസ്റ്റ് പ്രൊഫൈൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യുന്നവർക്കൊരു വളരെക്കും ഉപകാരപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നാലെ നടന്നപ്പോൾ നമ്മൾ കണ്ടെത്തിയ നമുക്ക് പരിചയത്തിലുള്ള കുറച്ച് വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വെറൈറ്റികളൊക്കെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയൊരു പ്രൊപ്പഗേഷൻ യൂണിറ്റ് നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നു. ഏറെക്കുറെ വെറൈറ്റികൾ നമ്മൾ തന്നെ ഇവിടെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്നതാണ്. അതായത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വന്നപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു കാരണം ഈ വിക്ടോറിയ എന്ന് പറഞ്ഞ അവക്കാഡോണ്. അതിലേക്ക് ഞാൻ വരാം. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവർ മറ്റ് നഴ്സറികളെ പോലെയല്ല, ഇത് വലിയൊരു ഹ്യൂജ് നഴ്സറി ഒന്നുമല്ല, ഇവർ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുള്ളൂ. നല്ല മദർ പ്ലാന്റ് കണ്ടെത്തിയിട്ട് അതിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ചിട്ട് കൊടുക്കുന്നതാണ് ഇവല മെയിൻ. ഒരു 90-95% ഒക്കെ നമുക്ക് ഷുവറായിട്ട് പറയാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള തൈകൾ നമുക്ക് ഈ 3-4 വർഷം നമ്മളൊരു തൈ കൊണ്ടുപോയി വെച്ച് അതിന് വെള്ളവും വളമൊക്കെ ഇട്ട് അത് കായ് ഉണ്ടാവാതെ വരുമ്പോൾ നമുക്കൊരു വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. അത് ഭയങ്കരമാണ്. പിന്നെ ഈ ഫീൽഡ് ചടച്ചു പോകണ മെയിൻ ഒരു കാരണമാണ്. അപ്പോൾ അത് മറ്റു നോർമലി നഴ്സറികളിൽ നിന്നും ഇവരെ എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് അതാണ്. ഷംസീർക്ക് ഏകദേശം എത്ര ആയിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട്? 6 മാസം ആവണുള്ളൂ. ഞാൻ കൂടുതലും നിങ്ങളെ കണ്ടത് ഈ റിവ്യൂലും ഇതിലും മറ്റേതാണ്. അത് എങ്ങനെ നിങ്ങൾ ഇതിലൊക്കെ എത്തിപ്പെട്ടത്? ഈ ഒരു കൂടെയുള്ള ഏറ്റവും വലിയ ഫ്രൂട്ടിന്റെ ഞാൻ കൂടുതൽ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഷംസീർഖാനെ. പിന്നെ ഇവിടെ എത്തിയപ്പോഴും കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളാണെങ്കിലും ഫ്രൂട്ടിന്റെ കഴിക്കൽ മാത്രമല്ല, ഏറ്റവും കൂടുതൽ ഫ്രൂട്ടിനോട് ക്രേസ് ഉള്ള വ്യക്തി പുള്ളിയാണ്. അല്ല, ഇത് പിന്നെ അങ്ങനെ കുറെ ആൾക്കാർക്കുള്ള ഒരു സംഭവമല്ല. ഇത് തെരഞ്ഞു പോവുക, അതിന്റെ വയറ്റിൽ നടക്കുക, പുതിയ വെറൈറ്റികൾ കണ്ടെത്തുക, ഒരു പാഷനാണ്. പിന്നെ മാത്രമല്ല ഇത് അത്യാവശ്യം എക്സ്പെൻസ് ഉള്ളതാണ്. നല്ല സാധനങ്ങൾ വളർത്തി 2, 3, 4 വർഷം വളർത്തിയെടുക്കുക, പിന്നെ അത് അതിന് ഉണ്ടാക്കിയെടുക്കുക, അതിന് പുതിയ വെറൈറ്റികൾ കണ്ടെത്തുക, അതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതൊരു ക്രേസാണ് മെയിനായിട്ട്, അല്ലേ? ക്രേസാണ്. അപ്പോൾ നിങ്ങൾ ഈ ഫാം ഇപ്പം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമായി? സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് പ്രൊപ്പഗേഷൻ നമ്മൾ പുറത്തുനിന്ന് ഇറക്കുന്ന കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ചെയ്യുന്നുണ്ട്, മറ്റ് നഴ്സറിയിൽ നിന്ന് ഒക്കെ ഇറക്കി കുറച്ച് വെറൈറ്റികളുണ്ട്. അത് അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഓൾമോസ്റ്റ് 80% ഇവിടെയുള്ള പ്രൊഡക്ഷനാണ്. പിന്നെ ജുനൈസ് തുടക്കത്തിൽ പറഞ്ഞ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇതൊരു സ്പെഷ്യൽ നഴ്സറി നമ്മളല്ല പറയുന്നത്, ജനങ്ങൾ തീരുമാനിക്കും. സ്പെഷ്യൽ നഴ്സറി ഞാൻ പറയാനൊരു എനിക്ക് ഫീൽ ചെയ്തത്, അതായത് ഞാനിപ്പോൾ ഈ നഴ്സറികളൊക്കെ ഓരോരുത്തർ ഓരോ സ്പെഷ്യലാണ്. പക്ഷെ ഇങ്ങനെ ഒരു ക്രേസിന്റെ പുറത്ത് ഓരോ സാധനങ്ങൾ തെരഞ്ഞു പോവാ, അതാണ് എനിക്കൊരു സ്പെഷ്യൽ. അല്ലാതെ നഴ്സറികൾ എല്ലാം മോശമാണെന്നോ മറ്റോ അങ്ങനെയല്ല. ബിസിനസ് എന്ന് മാത്രമല്ല, നിങ്ങളിപ്പോൾ അതെങ്ങനെയാ വെച്ചാൽ ഒരു സാധനം ഇപ്പോൾ ഈ വിക്ടോറിയൻ എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾ കണ്ടെത്തി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് മദർ പ്ലാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന നഴ്സറികളിൻ്റെ പ്രതി കേരളത്തിൽ വളരെ ചുരുക്കമായിരിക്കും. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ ഉണ്ടാവാം. കാരണം ഞാനിപ്പോൾ ഈ ഒരു മലപ്പുറം ജില്ലക്കാരാണ്, നിങ്ങളെ അടുത്ത ഇടവണ്ണപ്പാറക്കാരനാണ്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടിട്ട് ഫസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം. തീർച്ചയായിട്ടും അതാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഒരു തൈ 2-3 വർഷം നട്ട് നനച്ച് വളർത്തി അതിന്മേൽ കായും ഇല്ലാതെക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കൊരു ഫ്രസ്ട്രേഷൻ ഉണ്ട്. പിന്നെ ഇത് ഈ പരിപാടി നമുക്ക് വെറുത്ത് പോണ ഒരു അങ്ങനെയാണ് ഉണ്ട്. പിന്നെ ഈ നഴ്സറികളൊക്കെ എന്ന് പറഞ്ഞാൽ ഓൽക്കൊരു 50% ഇതിൽ കമ്മിറ്റ്മെൻറ്റ്, 50% ബിസിനസ്സുമാണ്. കാരണം ഓലെ സംബന്ധിച്ചിടത്തോളം ഓൽക്ക് ഇതെല്ലാം പ്യുവർ ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഒക്കെ പുറത്തുനിന്ന് വരുന്ന പ്ലാന്റുകളാണ്. പിന്നെ അത് അതിൽ ടാഗ് ഏതാണോ അത് ഓൽക്ക് വിശ്വസിക്കാന്നല്ലാതെ അത് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് പറയുകയാണെങ്കിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ഈ പ്ലാന്റ് പ്രൊഡക്ഷൻ നമ്മൾ ഇവിടെ തന്നെ ചെയ്തെടുത്താൽ പോലും നമുക്കതൊരു 100% ഈ ഇനം സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല എഫേർട്ട് വരുന്നു. നമുക്ക് ഈ ഇനങ്ങളെ തിരിച്ചറിയുന്നതുകൊണ്ടും നമ്മൾ അറിയാവുന്ന ഇനങ്ങൾ ചെയ്യുന്നതുകൊണ്ടും നമുക്ക് ഇല നോക്കിയിട്ടും നമ്മളത് വെക്കുമ്പോഴൊക്കെ ഓരോ ബാച്ചാക്കി വെച്ച് ലേബൽ ചെയ്യുന്നതുകൊണ്ടൊക്കെ മാറിപ്പോകാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷേ അത് വളരെയധികം ലേബറും എഫേർട്ടും വേണ്ട ഒരു പരിപാടിയാണ്. ഒന്നാമത്തെ കേസ്
അപ്പം നമുക്ക് വേറെ സ്റ്റേറ്റിൽ നിന്ന് ഈ സാധനം വരുമ്പോൾ ഒന്നാമത് അവിടെ തന്നെ ചീപ്പ് ലേബറിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ പലർക്കും ഫോളോ അപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ടാവില്ല. അത് കോസ്റ്റ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റില്ല. നമുക്ക് മാർക്കറ്റിൽ ചീപ്പായിട്ടുള്ള പ്രൊഡക്റ്റ് വേണം, കൂടുതൽ ആൾക്കാർക്കും അതാണ് വേണ്ടത്. അപ്പോൾ അത് ആ ഒരു ബുദ്ധിമുട്ടിൻ്റെ പേരിലാണ്. പിന്നെ വരുമ്പോഴും ട്രാൻസ്പോർട്ടേഷനിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നുണ്ട്. പിന്നെ പലർക്കും മാറിയാലും ഇതൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒരേ പേര് തന്നെ പല മാങ്ങകൾ വെക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സൂപ്പർ ക്യൂന്, ഗോൾഡൻ ക്യൂന്, ക്യൂജായ്, ജിങ് ഹുവാൻ, അങ്ങനെ പല പേരിലൊക്കെയാണ് ഒരു സാധനം. ഇപ്പോൾ ഒരാളെ വീട്ടിൽ തന്നെ അത് 4 ഒരേ ടൈപ്പിലൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്കത് ഇല നോക്കിയിട്ടും സ്മെല്ല് നോക്കിയിട്ടൊക്കെ ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇല നോക്കിയൊക്കെ നമുക്ക് 100% ഗ്യാരണ്ടി പറയാൻ പറ്റില്ലെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്താൻ പറ്റും. പിന്നെ ഈ ഇലകൾ പൊതുവെ മണ്ണിന്റെ ഘടന, കാലാവസ്ഥ, ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ എങ്കിലും ഒരു സമയം കഴിഞ്ഞാൽ ഒരു സാച്ചുറേഷനിലേക്ക് വരും. നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള കോമൺ ആയിട്ടുള്ള ഇലകളൊക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അല്ല, ഞാൻ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ 2 സ്ഥലത്ത് വെച്ചു. ഒന്ന് നല്ല വെള്ളം കിട്ടുന്ന സ്ഥലത്ത് വെച്ച ഒരു കാലാപ്പാടിയും, ഒരു കുറച്ച് ഡ്രൈ ആയിട്ടുള്ള വെച്ചു. അതിന്റെ രണ്ടിലും ഘടന മാറ്റം. ഡ്രൈ ഉള്ളതിൽ ചെറിയ ലൈറ്റ് വരും, മറ്റുള്ള കുറച്ച് സൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൽ വരാം, മാറ്റം വരും. അതാണ്. പിന്നെ അഖിലേട്ടാ, നമുക്കിപ്പോൾ മാവിന്റെ വെറൈറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്? നമ്മൾ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ ഒരു വെറൈറ്റി ഉണ്ട്. ശരിക്കും ഒരു പേര് നമ്മൾ പ്രോപ്പറായിട്ട് പേര് ഇട്ടിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അതായത് നിങ്ങൾ തന്നെ കണ്ടെത്തിയ ഒരു വെറൈറ്റി ആണ്. ആ ഒരു വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു ഉദ്യമത്തിലേക്ക് എത്തിച്ചത്. ഏകദേശം ഒരു 4-4.5 വർഷമായി നമ്മൾ ആ മാവിന്റെ പിന്നാലാണ്. 2 വർഷം മുന്നേ നമ്മൾ അതിന്റെ ഫ്രൂട്ട് കഴിച്ചു, റിവ്യൂ ചെയ്തു. പക്ഷെ റിവ്യൂ നമ്മൾ ഔട്ട് ചെയ്തിട്ടില്ല. പിന്നെ അപ്പോൾ ആ മാവ് അത് മെയിനായിട്ട് അതാണ്, അതെന്തായാലും ഉണ്ട്. അപ്പോൾ ഏകദേശം എത്ര തൈകള് കുറച്ചുണ്ട്, എന്തായാലും നിങ്ങളെങ്ങനെ ആക്സിഡന്റലി കണ്ടെത്തിയതാണോ അതോ? അല്ല, നമ്മളിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി, പിന്നെ അയാൾ തേടിപ്പോയി അങ്ങനെ കണ്ടെത്തിയാണ്. നമ്മൾ കണ്ടെത്തി എന്ന് പറയില്ല, നമുക്കൊരു ഓരോരുത്തരൊരു ഇൻഫർമേഷൻ അല്ല നമുക്ക് ഇങ്ങനെ കിട്ടുകയാണ്. നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഇതിന് പിന്നിൽ കുറെ ആൾക്കാരെ സഹായം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കണ്ടെത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ ക്രിസ്റ്റഫർ കൊളംബസ് അമേരിക്ക കണ്ടെത്തിയ പോലെയാണെങ്കിൽ ഓക്കെ, നമ്മൾ ഒരിക്കലും ക്ലെയിം ചെയ്യില്ല. പിന്നെ അതൊരായിട്ട് പിന്നെ ഉള്ളത് നമ്മളെ റൈസിന്റെ കാലാപ്പാടി ഉണ്ട്. റൈസിന്റെ കാലാപ്പാടി എന്ന് പറഞ്ഞാൽ കാലാപ്പാടിയാണ്. റൈസിന്റെ വീട്ടിലുള്ളതുകൊണ്ട് റൈസിന്റെ കാലാപ്പാടി എന്ന് പറയുന്നത് ഓൻ സമ്മതിച്ചു തരില്ല. നമ്മൾ R29 ബ്രിക്സ് നമുക്ക് ഒരു തവണ കിട്ടി. അപ്പൊ ഞാനാ പറഞ്ഞു നമുക്ക് R29 ഇടാം. ഏത് നമ്മൾ നഴ്സറി തുടങ്ങാനുള്ള പ്ലാൻ ഒന്നും ഇല്ല അന്ന്. അപ്പൊ അന്നിങ്ങനെ R29, അതിന്റെ മുന്നേ നമ്മൾ ഒരുപാട് പേർക്ക് അതിന്റെ കമ്പ് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ മാങ്ങ പലർക്ക് കായ്ച്ചതുണ്ട്. അത് ഒരു വെറൈറ്റി. പിന്നെ അഖിലിന്റെ വീട്ടിൽ നമ്മൾ നേരത്തെ കണ്ട ജഹാംഗീർ വെറൈറ്റി, അത് PK55 പുള്ളിയുടെ തറവാട് പേരാണ്. 55 പറഞ്ഞാൽ പുള്ളിയുടെ കളക്ഷൻ, ഹ്യൂജ് കളക്ഷൻ്റെ ആൾക്ക്. അതിൽ നമ്പർ 55, 55ാമത്തെ നമ്പർ ആ മാവിന് ഇട്ടതുകൊണ്ട് ഏജ് അല്ല. ഇത് പിന്നെ വേറെ ലോക്കലി ഫൈൻഡ് ഔട്ട് ചെയ്ത വെറൈറ്റിയാണ് മൊണാലിസ. ഇതാണ് ഈ മാങ്ങന്റെ മെയിൻ ആയിട്ട്. ഇത് ഭംഗിയാണ്, ഭംഗിയുള്ള മാങ്ങയാണ്. നമ്മളിട്ട പേരാണ്. പലതിനും പേര് കൊടുക്കുന്ന ഒരു പേര് എന്ന് പറഞ്ഞ ഐഡന്റിറ്റി ആണല്ലോ, തിരിച്ചറിയാൻ വേണ്ടി മാത്രം. ജാർവി റെഡ് 1, വൈറ്റ് ഡയമണ്ട്, ഗോൾഡൻ ആയിട്ട് ഒക്കെ ഇവിടെ അത്യാവശ്യം റിസൾട്ട് ആയി തുടങ്ങി. റെഡ് കിങ്ങിന്റെ റിസൾട്ട് വരാണ്ട് ബ്ലാക്ക് ഡയമണ്ടിന്റെ റിസൾട്ട് വരാൻ. ബാക്കിയൊക്കെ ഇവിടെ ഞാൻ കൂടുതൽ വേറൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ബെഡിങ്, ഗ്രാഫ്റ്റിങ്, അപ്പോച്ച് ഗ്രാഫ്റ്റിങ്, പിന്നെ ലെയറിങ്, ഏതാണ് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചട്ടിയിലും ചെറിയ പോട്ടിൽ ഇതിലൊക്കെ വെക്കാൻ ഏറ്റവും നല്ലത് ലെയറാണ്. അത് മാവായാലും എന്തായാലും ലെയറാണ്. ലെയർ പെട്ടെന്ന് കായ്ച്ചു കിട്ടും, മറ്റേ ട്രൂ മദർ ക്വാളിറ്റി കിട്ടും, സെയിം റൂട്ടും സെയിം സിസ്റ്റം ആയിരിക്കും. പിന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ഇപ്പോൾ കൊമേഴ്ഷ്യലി നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന ഒരു അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് ആണ്. കാര്യം എന്താ വെച്ചാൽ അപ്രോച്ച് ചെയ്ത് പെട്ടെന്ന് വലിയ തൈ കിട്ടും എന്നുള്ള ഗുണം കണ്ടാണ്. പിന്നെ വരുന്നത് ഇവിടെ കോമൺ ആയിട്ട് അവൈലബിൾ ആണ് വി ഗ്രാഫ്റ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തൈ സൈസാക്കി എടുക്കാം. ഒരു സെയിൽ ഇതിലേക്ക് വരും, റിലേറ്റീവ്ലി പെട്ടെന്ന് കായ്ക്കും. ബഡ്ഡിങ്ങിനേക്കാളും പെട്ടെന്ന് കായ്ക്കും. പിന്നെ കമ്പുകളൊക്കെ കുറവാണെങ്കിൽ ബഡ്ഡിങ് ആയിരിക്കും ഒന്നുകൂടെ. ഇത് ഇപ്പൊ ഏതാണ് വെറൈറ്റി? നമ്മളെ ഇത് ഫിരങ്കിലെടുപ്പ പടന്നക്കാട് കാർഷിക യൂണിവേഴ്സിറ്റി പോപ്പുലർ ആക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. പേര് വളരെ വ്യത്യസ്തമാണെങ്കിലും ആക്ച്വലി ഇത് ഓൾമോസ്റ്റ് വെരി വെരി സിമിലർ ടു ഹിമാപസന്ത് തന്നെ. നല്ല കായ്ക്കുന്ന ഒരു ഹിമാപസന്ത് വീട്ടിലുണ്ടെങ്കിൽ ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഹിമാപസന്തിന് പുഴുക്കേടുണ്ട്, ഈ സാധനത്തിൽ പുഴുക്കേട് കുറവാണെന്നുള്ള ഒരു ഓൺലൈൻ റിവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. സബ്ജക്റ്റീവ് ആണ്, നോക്കണ്ട. പുഴുക്കേട് ഈസ് സബ്ജക്റ്റീവ് വൺസ് അഗൈൻ. അപ്പോൾ എന്തായാലും കായപിടുത്തവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ആലപ്പുഴ റിലേറ്റീവ്ലി കുട്ടനാട് ഭാഗത്ത് നന്നായിട്ട് കായ്ക്കുന്നുണ്ടെന്ന് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ അതൊരു ഷൈ ബെയറാണ്, അത്ര ഹെവി പ്രൊഡ്യൂസർ അല്ല. ഹിമാപസന്തും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പക്ഷെ ടേസ്റ്റ് വൈസ് നല്ല സൂപ്പർ. ഹിമാപസന്ത് തന്നെ നല്ല വാങ്ങയാണ്. അപ്പോൾ ഇതും സ്റ്റിൽ ഗുഡ്.
അപ്പോൾ ഇതങ്ങനെ പലർക്കും ഒരു ഇപ്പോൾ ഈ അടുത്താണ് ഫിരങ്കിലടവ ചോദിച്ച് കുറേ ആൾക്കാർ വരുന്നത്. അങ്ങനെ ഇപ്പൊ കുറച്ച് കൂടുതലായിട്ട് കേൾക്കുന്നുണ്ട് ഈ പേര്. ഇതൊക്കെ അതിന്റെ പ്ലാന്റ് ആണോ? അല്ല ഇതിൽ വേറെ വെറൈറ്റികളുണ്ട്. ഫിരങ്കിലടവ ഉണ്ട്, പിന്നെ വേറെ ഏതാണ് പിലിക്കോട് വന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട്. അങ്ങനെ കുറച്ച് മിക്സ്ഡ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്. ഒക്കെ പിന്നെ ടാഗ് ഉള്ളതുകൊണ്ട് മനസ്സിലാക്കാം. ഒക്കെ ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ട്. പനക്കാലു. ഈ പൂത്ത് നിൽക്കണൊക്കെ ഏതാ? ഇത് ഹിമൈദ്ദീൻ കാലാപ്പാടിയാണ്. ഹിമൈദ്ദീൻ കാലാപ്പാടിയും ഹിമൈദ്ദീൻ നീലമുണ്ട്. ഇത് ഹിമൈദ്ദീൻ നീലമാണ് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഹിമയുദ്ദീൻ? ഒരു പാരന്റ് ഹിമൈദ്ദീൻ ആണ്. ഹിമൈദ്ദീൻ എന്ന് പറഞ്ഞാൽ ഹിമാ ബസന്ത് തന്നെയാണ്. ഹിമൈദ്ദീനും അതർ പാരന്റ് നീലം. സങ്കരനാണ്. അതെ അതന്നെ, 2 പാരന്റ്സ് ആണ്. ഇതൊക്കെ ഇപ്പൊ പുതിയ വെറൈറ്റീസ് ആണോ അതോ റെഡി ആയി? ഇത് നമ്മുടെ സുഹൃത്ത് ഗുജറാത്തിലെ അനിൽ ഫാംസ്, പുള്ളി ഇവിടെ വന്നിരുന്നു, വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ പുള്ളി കൊണ്ടുവന്ന കുറച്ച് വെറൈറ്റീസ് ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിച്ച് കയറി വരുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവുള്ളൂ. പുള്ളി 23rd ഫെബ്രുവരിക്കാണ് വന്നത് ഇവിടെ. അന്ന് ഗ്രാഫ്റ്റ് ചെയ്താണ്. പല വെറൈറ്റീസ് ഉണ്ട്. കമ്പുകൾ കൊണ്ടുവന്നതാണ്. അതെ കമ്പുകൾ കൊണ്ടുവന്ന് നല്ല ക്വാളിറ്റി ഉള്ള കമ്പുകളാണ് കൊണ്ടുവന്നത്. ഇതിന്റെ സക്സസ് റേഷ്യോ തന്നെ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. പല വെറൈറ്റി ഉണ്ട്. ഇന്ത്യൻ വെറൈറ്റീസ് ഉണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഉണ്ട്, ഫ്ലോറിഡൻ ഉണ്ട്, പല ടൈപ്പാണ്. ഇതുണ്ട അതിൽ ഗിരോങ്കിൻഷു, സിങ്ക്, CAC, കാരി, ലെമൺ സസ്റ്റ്, നമ്മുടെ ഇന്ത്യൻ വെറൈറ്റീസ് ആയ സബ്ജ, കേസർ, പുനീത്, അങ്ങനെ രത്ന ആയിട്ടുള്ള കുറെ ഡയറക്റ്റ് ഗീർന്ന് വന്നാണ്. അപ്പോ അങ്ങനെ ചിലർക്ക് കളക്ഷൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. എല്ലാവരും കഴിക്കാനും എണ്ണം കൂടുതൽ മാത്രമല്ല, ചിലർ കളക്ട് ചെയ്യുന്ന നമ്മുടെ പോലെയൊക്കെ കളക്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങളിപ്പോ ഈ കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്ലാന്റേഷൻ പരിപാടി ഉണ്ടോ അതോ പ്ലാന്റ് ചെയ്തിട്ടുണ്ടോ? ലോട്ടറി അടിച്ച് കുറച്ച് സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് മാംഗോ പ്ലാന്റേഷൻ ആയിട്ട് ഇവിടെ പാലക്കാട് ആണ് മാംഗോയിലേക്ക് മാംഗോ ഒരു അത്ര വിജയിപ്പിക്കാൻ പാലക്കാട് സക്സസ് ആണ്, മുതലമട സക്സസ് ആണ്. ആ ഒരു ഏരിയയിലാണെങ്കിലും ഓക്കെ. പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മള് അവക്കാഡോ ചെയ്യുന്നുണ്ട്, കുറച്ചൊരു കൂടിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യുന്നുണ്ട്. മാംഗോസും അവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലോക്കൽ മാർക്കറ്റിലേക്ക് നമ്മളിവിടെ ഒരു എത്ര ചെയ്താലും ഇവിടെ പോയി കിട്ടും. പക്ഷെ ഇവിടെ പെർഫോം ചെയ്യുന്ന ഇനങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ തൈകളൊക്കെ നടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് വിശ്വസിച്ച് നമുക്ക് ഉറപ്പിൽ വാങ്ങാൻ പറ്റുന്ന ഒരു നഴ്സറിയാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയത്. ട്രോപ്പിക്കൽ മലബാറിക്കസ് എന്നാണ് പേര്. അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ പറഞ്ഞ പോലെ നല്ല മദർ പ്ലാന്റ് കണ്ടെത്തി അതിൽ നിന്ന് തൈകൾ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുകയാണ്. മറ്റുള്ളതൊക്കെ പുറത്തുനിന്ന് വരുന്നത് നമുക്ക് പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അവർ തരുന്നത്. അപ്പോൾ നമ്മൾ ഇഷ്ടത്തോടെ ഒരു പ്ലാന്റ് വാങ്ങി അതൊക്കെ നട്ട് 2-3 വർഷം അതൊക്കെ നട്ട് നനച്ച് വളർത്തി അതിന് റിസൾട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ഫ്രസ്ട്രേഷനാണ്. പിന്നെ നമുക്ക് ഈ പരിപാടി തന്നെ ചടച്ചു പോകും. അപ്പോൾ നല്ല തൈകൾ വാങ്ങാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരെ കോൺടാക്റ്റ് ചെയ്യാം. അവരുടെ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറും എല്ലാം താഴെ കൊടുക്കുന്നുണ്ട്. വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ ഒരിടത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് അയച്ചു തരും. അത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഫറൂഖ് മണ്ണൂരാണ് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കി കാര്യങ്ങൾ വാങ്ങാം. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം.